മൂന്ന് തരം മണ്ണിലാണ് ഞാൻ ഇവിടെ ഡാലിയ നടാൻ പോകുന്നത്. സാധാരണ പറമ്പിലെ മണ്ണ്, തീരെ മണൽ, ചുവന്ന മണ്ണ്, ചാണകപ്പൊടിയും ചേർത്ത മിക്സ് എന്നിവയാണവ. ഡാലിയയുടെ കട്ടിങ്സ് നടുമ്പോൾ 1-2 ലീഫ് നോഡ് മണ്ണിനടിയിൽ വരത്തക്ക വിധമാണ് ചെടി നടേണ്ടത്. ലീഫ് നോഡ് ഇല്ലാത്ത ഭാഗത്ത് നിന്നും ഒരിക്കലും വേര് വരില്ല. ഏതുതരം ചെടിയായാലും ഇത് ശ്രദ്ധിക്കണം. വെള്ളം കുറച്ചേ ഒഴിക്കാവൂ. നല്ല തണലിൽ ചെടി വച്ച ശേഷം ഇടയ്ക്ക് മണ്ണ് ഉണങ്ങുന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേരുകൾ നന്നായി പിടിച്ച് കിട്ടുന്നവരെ തണലിൽ വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കണം. ഒരിക്കലും ഈ ചെടി നട്ട കവറിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാലിയയെ അത് ബാധിക്കും. ഡാലിയ ചീഞ്ഞു പോകും. കാരണം വളരെ സെൻസിറ്റീവായ തണ്ടുകളാണ് ഡാലിയക്കുള്ളത്. അധിക വെയിലായാലും അധികം വെള്ളമായാലും രണ്ടും ഇതിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യമായാലും വെയിലിൻ്റെ കാര്യമായാലും വളരെയധികം ശ്രദ്ധിക്കണം. നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നത് വരെ നമ്മളിത് തണലിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അത് നന്നായിട്ട് വാടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് നോക്കിയാൽ ചിലപ്പോൾ അടിഭാഗം ചീഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ ആ ചീഞ്ഞ ഭാഗം ഒഴിവാക്കി വീണ്ടും ലീഫ് നോഡിൻ്റെ മേലത്തെ നല്ല ഭാഗം അടിയിലാക്കിയിട്ട് ഒന്നുകൂടി നട്ട് കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ പിടിച്ച് കിട്ടിയേക്കും. ഏതായാലും ഈ 3 തരം മണ്ണിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഏതിലാണ് നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതെന്നുള്ള പരീക്ഷണം കൂടിയാണ്. തീരമണൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, തീരമണലിലാണെങ്കിൽ ഒരു ഉപ്പ് രസം ഉണ്ടാകില്ലേ? ഇതങ്ങനെയല്ല. വീട്ടിലെ ചില ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോയി ഇട്ട മണലിൽ നന്നായിട്ട് വെള്ളം മഴയൊക്കെ വന്നിട്ട് അതിൻ്റെ ഉപ്പ് രസമൊക്കെ പോയിട്ട് നല്ല പ്യുവർ മണലായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിൽ ഞാൻ പല പ്രാവശ്യം പരീക്ഷിച്ചറിഞ്ഞാണ്. പല കമ്പുകളെയും, പ്രത്യേകിച്ച് മഡീനിയം പോലെയുള്ള കമ്പുകളൊക്കെ ഈ മണലിൽ വളരെ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നുണ്ട്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. അതേപോലെ ബോൾസം, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ അതിനകത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നട്ടിട്ട് പരീക്ഷിച്ചറിഞ്ഞ് വിജയിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ അത് ഉപയോഗിക്കുന്നത്. ഇനി ഡാലിയൻ്റെ കാര്യത്തിലൊന്ന് പരീക്ഷിക്കാനേ ഉള്ളൂ. ഡാലിയ ഞാനങ്ങനെ നട്ട് നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ തീരമണലെടുക്കുന്നത്. ബാക്കിയുള്ള നമ്മളെ പറമ്പിലെ മണ്ണൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മണ്ണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം അതിൽ പിടിച്ച് കിട്ടുമോ ഇല്ലയെന്നുണ്ടെങ്കിൽ. നമുക്കപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കടൽ തീരത്തുള്ളവർക്കൊക്കെ ഡാലിയ നന്നായിട്ട് വളർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേരുകൾ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോട്ടി മിക്സ് എന്തായാലും മാറ്റണേ. കുറച്ചും കൂടി വലിയ ഒരു ചട്ടിയിലോ നിലത്തോ ചാണകപ്പൊടി, അതേപോലെ എല്ലുപൊടി ഇതൊക്കെ ചേർത്ത ശേഷം നമുക്ക് നല്ലൊരു വളം മാധ്യമം ഉണ്ടാക്കിയ ശേഷം അതിനകത്തേക്ക് നട്ട് കൊടുക്കുക. അപ്പോഴാണ് ഡാലിയ നല്ല തഴച്ച് വളരുള്ളൂ. ഇതിന് ഏറ്റവും നല്ലത് ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ. നമുക്ക് രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് വയനാട്, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൽ നല്ല വലിയ പൂക്കളും നല്ല തഴച്ച് വളരുന്നത് കാണാം. അത് അവിടുത്തെ ഒരു ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതയും കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്നാലും കുറച്ച് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കൊക്കെ ഇവിടെ ഉണ്ടാക്കാം. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പൂക്കളൊക്കെ. അപ്പം നമുക്കും അതേമാതിരിയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ അവിടെയൊന്നും ശ്രദ്ധിക്കാതെ ഇട്ടാൽ പോലും ഡാലിയ നന്നായിട്ട് വളർന്ന് പൂവിടും. പക്ഷേ നമുക്കിവിടെ അതിനൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, ലേശം കെയറും കൊടുക്കണം. അധികം മഴയത്ത് വെള്ളം കെട്ടി നിൽക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത വിധം. വെയിൽ വേണം പൂവിടാൻ നന്നായിട്ട്. പക്ഷേ വെയിലുണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര കഠിനമായ വെയിൽ ഇത് പെട്ടെന്നൊരു പാട്ടം പോലെ ഇതിന് വരുന്നത് കാണാം. അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളത്. വയനാട്ടിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് നമ്മുടെ നാട്ടിലെ വെയിലിൻ്റെ കടുപ്പം കൊണ്ടോ ഒക്കെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നത്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ഏതായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഉടനെ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.